Yeah.
പുലർച്ചെ ബാംഗ്ലൂർ സെന്റ് സെമിനാരിയിൽ പൊതിഞ്ഞ തോമസ് അച്ഛൻ്റെ 62 വർഷത്തെ ജീവിത വഴികൾ ചുരുക്കത്തിൽ പ്രതിപാദിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പഴയപള്ളിയിൽ അല്ലെങ്കിൽ കൊച്ചുപുറയിൽ ജോസഫ് എലി ദമ്പതികളുടെ 5ാമത്തെ പുത്രനാണ് ഫാദർ തോമസ്. 1951 മെയ് 13 ജനനം. തന്റെ പിതൃസഹോദരനായ ഫാദർ കുര്യാക്കോസ് പഴയപള്ളിയുടെയും വെല്ലിപ്പന്റെ സഹോദരനായ ഫാദർ ജേക്കബ് പഴയപള്ളിയുടെയും ജീവിതമാതൃകകൾ ചെറുപ്പത്തിലെ ഫാദർ തോമസ് ഒരു മിഷണറിയുടെ ചൈതന്യം രൂപപ്പെടുത്തിയിരുന്നു. തന്റെ കുടുംബത്തിലെ കാരണവരായ 2 വൈദികരും പോണ്ടിച്ചേരി രൂപതയിലെ മിഷണറി വൈദികരായിരുന്നു. ഫാദർ ജേക്കബ് പഴയപള്ളി തന്റെ മരണത്തിന് മുൻപായി അനുഗ്രഹം നൽകിയപ്പോൾ ബാലനായ തോമസിനെ വിളിച്ചു വരുത്തി തോമസ് ഒരു വൈദികനാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തത് ഇന്ന് തോമസിന്റെ മുതിർന്ന സഹോദരിയുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. സ്കൂൾ എന്നിവയുടെ വിദ്യാഭ്യാസത്തിന് ശേഷം സെമിനാരിയിൽ ചെയ്യുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ കോളേജ് പഠനം കൂടി കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നാകുന്ന പിതൃ സഹോദരി ഫാദർ കുര്യാക്കോസിന്റെ നിർദ്ദേശം സ്വീകരിച്ച്
മാന്നാനം കെ കോളേജിൽ എഴുതി അവൻ വിദ്യാഭ്യാസം നടത്തി. തോമസ് സെമിനാരിയിൽ ചേർന്ന കാലത്ത് മലയാളികളെ പൊതുവെ തമിഴ്നാട്ടിലെ രൂപതകളിലേക്ക് എടുക്കുന്നത് കുറഞ്ഞിരുന്നു. ഫാദർ കുര്യാക്കോസിന്റെ സഹപാഠിയായിരുന്നു അക്കാലത്തെ ഊട്ടി രൂപതാധ്യക്ഷൻ ദിവംഗതനായ മേജർ ആർച്ച് ബിഷപ്പ് ആന്റണി പടിയൽ പിതാവ്. പടിയൽ പിതാവിന്റെ പ്രത്യേക താല്പര്യമാണ് തോമസിനെ സെമിനാരിയിൽ ചേർക്കുവാൻ ഇടയായത്. താൻ ശുശ്രൂഷ ചെയ്ത സെമിനാരിയിൽ നിന്നാണ് തോമസ് വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. 1980 മെയ് 14 ഫാദർ തോമസിന്റെ പൗരോഹിത്യ സ്വീകരണം. അടുത്ത ദിവസം തന്നെ ഏറ്റുമാനൂരിൽ മാതൃയിടവകയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. ഫാദർ തോമസിന്റെ പൗരോഹിത്യത്തിന്റെ ആരംഭ ദിശയിൽ ഊട്ടിയിൽ മുതൽ 8 വർഷക്കാലം പല പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് തന്നെ ഊട്ടിയിലെ പ്രശസ്തമായ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും പ്രവർത്തിച്ചിരുന്നു. An introduction to English theology, an introduction to the theology of the most important Trinity, മുതലായ ഗ്രന്ഥങ്ങൾ എന്നെ ശുദ്ധീകരിക്കപ്പെട്ടവയാണ്. തോമസിന് അവസാനമായി സമർപ്പിക്കുന്ന രചന എന്ന് പറയുന്നത് ധർമാനം വിദ്യാക്ഷേത്രം വായുവിൽ നടന്ന 2ാം വത്തിക്കാൻ സൂര്യദോസിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഇന്റർനാഷണൽ സെമിനാറിന്റെ അച്ഛന്റെ പേപ്പർ പ്രസന്റേഷനാണ്. ഫാദർ കെ ജെ എന്ന് വിളിക്കപ്പെടുന്ന ഫാദർ കെ ജെ തോമസ് സെന്റ് പീറ്റേഴ്സ് സെമിനാരിലെ പ്രസിഡന്റായും റെക്ടറായും മാത്രമല്ല ഒരു മെത്രാനായും സഭയെ നയിക്കുവാനുള്ള മികവും നയവും പാഠവും തോമസിന് ഉണ്ടായിരുന്നു. 1994 മുതൽ 2004 വരെ 2 തവണയായി സെമിനാരിയിലെ ഫൈനാൻസ് ഓഫീസറായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് തന്നെ സെമിനാരിയിലെ തിയോളജി ഫാക്കൽറ്റി ഡയറക്ടറായി തുടർന്ന് 2007 വത്തിക്കാൻ ഫാദർ തോമസിനെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായി നിയമിച്ചു. ഇക്കാലത്ത് സിസ്റ്റമാറ്റിക് തിയോളജിയുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങൾ പല പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം വത്തിക്കാൻ 2009 ഫാദർ തോമസിനെ സെമിനാരിയുടെ ലെക്ചറായി നിയമിച്ചു. ഈ പദവിയിലിരിക്കെയാണ് 2013 ഏപ്രിൽ 1-ാം തീയതി തോമസ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. വിശുദ്ധമായ ജീവിതം നയിച്ച രക്തസാക്ഷിയായി മാറിയ തോമസ് അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയും ചെയ്യാം. Yeah.
വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരനെ അങ്ങേ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ദൈവമേ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും പത്നാശനാവുകയില്ല. അങ്ങയുടെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാൻ എപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. എന്റെ ചെറുപ്പകാലത്തെ പാപങ്ങൾ മറന്ന് കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കണമേ. ഇസ്രായേൽക്കാർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏദോമിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ വെച്ച് ദൈവം മോശയോട് ഇങ്ങനെ അരുളി ചെയ്തു: അഹരോൻ തന്റെ ജനങ്ങളോട് ചേരാൻ പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്കായി ഞാൻ നൽകുന്ന രാജ്യത്തിൽ അവർ പ്രവേശിക്കുകയില്ല. എന്തെന്നാൽ മെരീബാ തടാകത്തിൽ വെച്ച് എന്റെ കൽപ്പനയെ അവൻ നിരസിച്ചു. ഇപ്പോൾ നീ അഹരോനെയും അവന്റെ പുത്രനായ ഏലിയാസറിനെയും ഹോർ മലയിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ച് അഹരോന്റെ പുരോഹിത വസ്ത്രം ഊരി ഏലിയാസറിനെ ധരിപ്പിക്കുക. അഹരോൻ മരിച്ചു തന്റെ ജനങ്ങളോട് ചേരട്ടെ. കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശെ പ്രവർത്തിച്ചു.
അവർ മലയിലേക്ക് കയറിപ്പോകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് മൂശ അഹരോന്റെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി ഏലിയാസിനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഹരോൻ മരിച്ചു. ഉടനെ മോശയും ഏലിയാസറും മലയിൽ നിന്നിറങ്ങി അടിവാരം ചെന്നു. വിവരമറിഞ്ഞ് ഇസ്രായേൽക്കാർ ഒന്നടങ്കം 30 ദിവസത്തേക്ക് ദുഃഖമാചരിച്ചു. സഹോദരരെ, ഒന്നാം ലേഖനം അധ്യായം 15 വാക്യങ്ങൾ 35 മുതൽ 87 വരെ. പിതാവേ, മരിച്ചവർ എങ്ങനെ ഉയർത്തുമെന്നും ഉയർത്തുമ്പോൾ അവരുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതെല്ലാം ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ്. വിതച്ച വിത്ത് മുളയ്ക്കണമെങ്കിൽ ആദ്യം അത് ദ്രവിച്ചു പോകണം. വിതച്ച വസ്തുവല്ല മുളച്ചു പോയി വരുന്നത്. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു പല ധാന്യങ്ങളുടെയോ വിത്ത് മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ നിശ്ചയമനുസരിച്ച് അതിന് ഒരു ശരീരം അഥവാ തണ്ട് പ്രദാനം ചെയ്യുന്നു. ഓരോ വ്യക്തികൾക്കും അവയ്ക്ക് ഇണങ്ങിയ തണ്ടുകൾ നൽകപ്പെടുന്നു. ശരീരമെല്ലാം ഒരുപോലെയല്ല. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പക്ഷികളുടെ ശരീരമുണ്ട്, മത്സ്യങ്ങളുടെ ശരീരമുണ്ട്. ഇവ കൂടാതെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. അവയുടെ എല്ലാം ഭംഗിയ വ്യത്യാസവുമുണ്ട്. സൂര്യന്റെ പ്രകാശം ഒന്ന്, ചന്ദ്രന്റെ പ്രകാശം മറ്റൊന്ന്, നക്ഷത്രത്തിന്റെ പ്രകാശം അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശവും മറ്റൊരു നക്ഷത്രത്തിന്റെ പ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉയർപ്പിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വിതച്ചത് നിസ്വരം, ഉയർത്തുന്നത് അനശ്വരം. വിതച്ചത് അപമാനം, ഉയർത്തുന്നത് മഹത്വം. വിതച്ചത് ബലഹീനത, ഉയർത്തുന്നത് ശക്തി. വിതച്ചത് ഭൗമിക ശരീരം, ഉയർത്തുന്നത് ആത്മീയ ശരീരം. എന്നാൽ ഭൗമിക ശരീരമുണ്ട് എങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ നശ്വര ശരീരം അനശ്വരമായി തീരും, മരണമുള്ള ശരീരം മരണമില്ലാത്തതാകും. അങ്ങനെ നശ്വര ശരീരം അനശ്വരമായും മരണമുള്ളത് മരണമില്ലാത്തതായും തീരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ നിറവേറും. മരണത്തിനെ വിജയം എഴുതി കളഞ്ഞു. മരണമേ, നിന്റെ വിജയം എവിടെ? നിന്റെ ദർശനം എവിടെ? മരണത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ പാപമെന്നർത്ഥം. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് യേശു വഴി നമുക്ക് വിജയം നൽകിയ ദൈവത്തോട് നന്ദി പറയാം. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വൃദ്ധന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവനുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കോടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും
അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ വിശ്വസിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അങ്ങയുടെ സ്വരം ഭൂമിയിൽ നിന്നും വ്യാപിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചം മുഴുവനും വെളിപാടായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് 19-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നു. തോമസ് അച്ഛൻ തൻ്റെ 63 വർഷക്കാലത്തെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്കൊക്കെയേറെ ദുഃഖമുളവാക്കിക്കൊണ്ട് ക്രൂരമായ പീഡനത്തിന് വിധേയനായി അദ്ദേഹം കൊല ചെയ്യപ്പെട്ട് നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും തോമസ് അച്ഛൻ്റെ സ്വരം അത് സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിലും ഊട്ടി രൂപതയിലും ഈ ഏറ്റുമാനൂർ ഇടവകയിലും കോട്ടയം അതിരൂപതയിലും സഭയിലും നിറഞ്ഞ് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സൽകൃത്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതമായിരുന്നു തോമസിൻ്റെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിനോടൊത്ത് നഥാനിയേൽ ഈശോയെ കാണുന്ന സന്ദർഭത്തിൽ ഈശോ നഥാനിയേലിനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. തോമസ് അച്ഛനെ അടുത്ത് പരിചയമുള്ള എല്ലാവരും പറയും, ഇതാ നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു പുരോഹിതൻ, നിഷ്കളങ്കതയുടെ പര്യായമായ ഒരു പുരോഹിതനെന്ന് അദ്ദേഹത്തെ പരിചയമുള്ളവരെല്ലാവരും സമ്മതിക്കുന്ന ഒരു സത്യമാണ്. അന്ത്യവിധിയുടെ സമയത്ത് നമ്മളെയൊക്കെ ദൈവം വിധിക്കുന്നത് എപ്രകാരമായിരിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുൻപ് ചെയ്തുകൊണ്ട് പോകുന്നവരെ വിലയിരുത്തിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് പിതാവായ ദൈവം പറയുന്നതാണ്, ലോകസ്ഥാപനത്തിന് മുൻപ് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പിതാവായ ദൈവം തോമസ് അച്ഛനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കേവർക്കും പ്രചോദനകരമായ ഒരു ജീവിതമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ 2 വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്ന് അക്സെപ്റ്റബിലിറ്റി, 2 പോപ്പുലാരിറ്റി. ഈ 2 പദങ്ങളും പൊതുപ്രവർത്തകരുടെ ഇടയിൽ അവരുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യതയാണ്. പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ബഹുജന സമ്മതിയാണ് ഒരു പോപ്പുലാരിറ്റി. എന്നാൽ അതിൽ നിന്നും ഒരു ആധ്യാത്മികമായ തലത്തിൽ ഒരു നേതൃത്വം എന്ന് പറയുന്നത്, അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്,
അതൊരു സ്വീകാര്യതയാണ്. ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് മാത്രമേ അക്സെപ്റ്റബിൾ ആയിട്ട് നേതൃത്വ നിലയിലേക്ക് വരാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തോമസ് അച്ഛൻ പ്രവർത്തിച്ച സർവ മേഖലകളിലും അദ്ദേഹം സ്വീകാര്യനായ പുരോഹിതനായിരുന്നു. കാര്യങ്ങളൊന്നും ചെയ്തുമില്ല, പക്ഷേ എന്നും അദ്ദേഹം ജനഹൃദയങ്ങളിൽ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിലെ പ്രൊഫസർ എന്ന നിലയിൽ, അവിടുത്തെ പ്രൊക്കുറേറ്റർ എന്ന നിലയിൽ രണ്ടാമത്തെ പ്രാവശ്യവും റക്ടറായിട്ട് അദ്ദേഹം നിയമനാകുമ്പോൾ മേലധികാരികൾ അഭിനന്ദ പിതാക്കന്മാരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം സഭയുടെ ഒരു ശുശ്രൂഷ ധീരതയോടെ ഏറ്റെടുക്കാനുള്ള സന്മനസ് കാണിച്ചത്. നല്ല ഒരു അധ്യാപകൻ. ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നല്ല ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് പറയുന്നത്. വിജ്ഞാനിയായ ഒരു മനുഷ്യൻ, വളരെ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ, ഒരു പുരോഹിതൻ. അങ്ങനെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയ ഒരു ഗുരുഭൂതനായിരുന്നു തോമസ് അച്ഛൻ. സേവനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സെന്റ് പീറ്റേഴ്സ് സെമിനാരിയുടെ പരിശീലനത്തിലെ വിവിധ തലങ്ങളിൽ അദ്ദേഹം വളരെ സ്തുത്യർഹമായി സേവനം ചെയ്തു. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് അവരൊക്കെയും വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരു സ്നേഹിതനായ ഒരു അധ്യാപകനായിരുന്നു തോമസ് അച്ഛൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുടുംബത്തിൽ ഈ കൊച്ചുപുരയ്ക്കൽ പഴയമ്പള്ളിൽ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരിമാർക്കും കൊച്ചുമക്കൾക്കുമൊക്കെ സ്നേഹം വളരെയേറെ സമൃദ്ധമായി കൊടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഈ വലിയ ആഴ്ചയിൽ ഈസ്റ്ററിൻ്റെ ദിവസം കുടുംബത്തിലെ ഓരോ അംഗത്തോടും അദ്ദേഹത്തിൻ്റെ സഹോദരനോടും സഹോദരിമാരോടുമൊക്കെ ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയും ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ ജാക്ലിൻ അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലേക്ക് പോയി കാണുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആയിരുന്നല്ലോ അവസാനത്തിൽ. അത് ജീവനോടെ സിസ്റ്റർ ജാക്ലിന് അത് സാധിച്ചില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രിയപ്പെട്ട സഹോദരനോടും സഹോദരിമാരോടും കുടുംബാംഗങ്ങളോടും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം ഈ കുടുംബത്തിന് സ്നേഹം നൽകുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. മറ്റൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല, പക്ഷേ അദ്ദേഹം ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ വിശദീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്, വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തോമസ് അച്ഛൻ മിതഭാഷിയായിരുന്നു. അദ്ദേഹം അധികമൊന്നും സംസാരിക്കാറില്ല, കയറി നിന്ന് അഭിപ്രായ പ്രകടനങ്ങൾ പറയാറില്ല. വളരെ ശാന്തമായ പ്രകൃതത്തോടെ ആരെയും മുഷിപ്പിക്കാത്ത വിധത്തിൽ ചെയ്ത പ്രവൃത്തികൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം പൊങ്ങച്ചം പറയാറില്ല, ചെയ്ത കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കാറില്ല അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള വളരെയേറെ സുഹൃതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പറയാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സാന്തത്തിലേക്ക് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ക്രൈസ്തവമായ പ്രാർത്ഥന